പഴയ മുസ്ലിം ലീഗും പുതിയ മുസ്ലിം ലീഗും രണ്ടും രണ്ടാണ്. CHൻ്റെ മുസ്ലിം ലീഗ് വേറെയാണ്, ഇന്നലെ കുഞ്ഞാട് സാഹിബിൻ്റെ മുസ്ലിം ലീഗ് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാണ് എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നൊരു കാര്യം. UDFൻ്റെ ഏറ്റവും ഘടകകക്ഷിയായിട്ടുള്ള, ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകകക്ഷിയായിട്ടുള്ള ലീഗ് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്ക് നൽകുന്ന പ്രാധാന്യമില്ലായ്മയാണ് ഒരു പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകളെ ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം. മുസ്ലിം ലീഗ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളൊക്കെ. മതത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മതാടിസ്ഥാനത്തിലല്ല ഒരു മതേതര രാജ്യത്ത് രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കേണ്ടത്. പാണക്കാട് എന്നൊരു തങ്ങളെ ED ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഫണ്ട് ആ ബാങ്കിലുണ്ടായിരുന്നത്. ബിസിനസ്സുകാരനായ രാഷ്ട്രീയ പ്രവർത്തകനായ ബിസിനസ്സുകാരൻ, കാരുണ്യ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ നിയാസ് പുളിക്കലകത്താണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. താങ്കൾ ബിസിനസ്സുകാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, എല്ലാമാണ്. എങ്ങനെയാണ് ഈ ബിസിനസ്സിൻ്റെ തിരക്കൾക്കിടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ശോഭിക്കാൻ കഴിയുന്നത്? ഇത് എൻ്റെ ഒരു ട്രഡീഷൻ, പാരമ്പര്യമാണ്. എൻ്റെ പൂർവികരായ വല്യപ്പന്മാരും അമ്മാവന്മാരും എളാപ്പന്മാരൊക്കെ രാഷ്ട്രീയക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകരായിരുന്നു, ബിസിനസ്സുകാരായിരുന്നു. ബിസിനസ്സിൽ നിന്ന് ആർജിക്കുകയും രാഷ്ട്രീയ മേഖലയിൽ ചിലവഴിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകരായിട്ട് കുറേ കാലങ്ങളായിട്ട് അടയാളപ്പെടുത്തിയ ഒരു കുടുംബത്തിൻ്റെ ഒരു പിൻതലമുറക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. 2ാം ക്ലാസ് മുതൽ ഞാൻ ക്ലാസ് ലീഡറായിട്ട് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം 7 വയസ്സ് മുതൽ. എൻ്റെ കലാലയ ജീവിതത്തിലും വിദ്യാലയ ജീവിതത്തിലും ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ സ്കൂൾ ലീഡറോ ക്ലാസ് ലീഡറോ അസോസിയേഷൻ സെക്രട്ടറിയോ ക്ലാസ് റെപ്പോ ആയിട്ട് മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള 15 വർഷങ്ങളാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ കച്ചവടത്തിലേക്ക് പിന്നെ എൻട്രി ചെയ്യുകയും കഴിഞ്ഞ 35 വർഷമായിട്ട് സജീവമായിട്ട് കച്ചവട മേഖലയിൽ ഒരു ദിവസം ഒരു 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു രൂപം എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സുഹൃതമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പരപ്പനങ്ങാടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം മുതലുള്ള, മുസ്ലിം ലീഗിലെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിം ലീഗ് ആവിർഭവിച്ചത് തന്നെ പരപ്പനങ്ങാടിയിലും മലപ്പുറത്തും ഉള്ള പ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ച് അന്ന് പുളിക്കലകത്ത് അബ്ദുള്ളയെ പോലെയുള്ള, ഖാദർ കുട്ടി നഹയെ പോലെയുള്ള ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. മുസ്ലിം ലീഗ്, അന്നത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയ ആദർശ ധീരന്മാരായിട്ടുള്ള സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ, CHനെ പോലെയുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിരുന്ന അതിൽ ഇന്ന് ഒരുപാട് അപജയം സംഭവിച്ചു എന്ന് ആളുകൾ പറയുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയ പഠനം നടത്തുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമാണല്ലോ മുസ്ലിം ലീഗ് എല്ലാം ഇന്ന് മുസ്ലിം ലീഗ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളൊക്കെ. മതത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മതാടിസ്ഥാനത്തിലല്ല ഒരു മതേതര രാജ്യത്ത് രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കേണ്ടത് മതേതര സമൂഹത്തിനോട് ചേർന്നുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്ന് മുസ്ലിം ലീഗുകാരല്ലാതായി പോയത്. എന്ന് വെച്ചൊരു രാഷ്ട്രീയമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കുറേ ആളുകളും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലുണ്ട്. പഴയ കാലഘട്ടത്തിൽ സിദി സാഹിബ് ആണെങ്കിലും സയ്യിദ് അബ്ദുറഹ്മാൻ വാഫിഖി തങ്ങളൊരു കച്ചവടക്കാരനായ ഒരു സാദാത്തായിരുന്നു. അതുപോലെ ലീഗിൻ്റെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പ്രദേശത്ത് MK ഹാജിയെ പോലെയുള്ള ബിസിനസ്സുകാരനായി വളരെ പ്രാരാബ്ധം അനുഭവിച്ച ബിസിനസ്സുകാരനായ ഒരു ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകന് എങ്ങനെ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാവാം, അധികാര സ്ഥാനങ്ങൾ കൈയാളാതെ എന്നുള്ളത് സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ്. അതിലപ്പുറം മൂല്യമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്പത്ത് എന്ന് വിശ്വസിച്ചിരുന്ന കുറേ ആളുകൾ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. അതിൽ നിന്നും മാറിക്കൊണ്ട് ഇന്ന് സമ്പത്തടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ വലിയ രൂപത്തിലേക്കുള്ള ആർഭാടം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറുമ്പോൾ അതിൻ്റെ ഉള്ള ചൈതന്യം ചോർന്നു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. വലിയ രൂപത്തിലേക്ക് സമ്പത്ത് ആർജിക്കുകയാണ് പിരിവെടുത്തുകൊണ്ടും കാര്യങ്ങളും. അതിൽ വലിയ രൂപത്തിലേക്കുള്ള അഴിമതികൾ ആരോപിക്കപ്പെടുന്ന സമയത്ത്, ലീഗിനെ പറ്റി ആരോപിക്കുന്ന സമയത്ത് വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് നേതൃത്വം ഊഴലുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ചന്ദ്രികയ്ക്കെതിരെയുള്ള ED കേസ്, സൈദലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്യുക, പാണക്കാട് എന്നൊരു തങ്ങളെ ED ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് മഹല്ലുകളുടെ കാലിയായിരുന്നു ബഹുമാന്യനായ തങ്ങൾ. അദ്ദേഹം അറിയാത്തൊരു കേസായിരിക്കും, പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക ED ഒരു സാമ്പത്തിക കുറ്റവാളിയെപ്പോലെ EDയുടെ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥ വരികയാണ്.
അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചന്ദ്രകയിലുള്ള കാശ്മീർ ഇവിടെ നഗർ ബാങ്കിൻ്റെ ഒരു അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണത്തിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിലും കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഫണ്ട് ആ ബാങ്കിലുണ്ടായിരുന്നത്. അതിൽ പലപ്പോഴും പല പൈസയും വിദേശത്തുള്ള KMCCയുടെ ഫണ്ടാണ് എന്നുള്ള ആരോപണമുണ്ട്. ഇതൊന്നും നിഷേധിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല. കത്തുവ, ഉന്നാവ വളരെ ദരിദ്രരായ അല്ലെങ്കിൽ വളരെ വലിയ തിക്താനുഭവം നേരിട്ട ആളുകൾക്ക് വേണ്ടി പിരിച്ച പണത്തിൽ നിന്നും പണമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇറങ്ങിപ്പോരുന്ന സമയത്തും അത് വ്യക്തമായിട്ട് അല്ല എന്ന് തെളിയിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമായിട്ടില്ലല്ലോ. ഈ രൂപത്തിലേക്കുള്ള അഴിമതികളും അതിനപ്പുറം നോക്കൂ, പല പ്രാദേശിക മേഖലകളിലുള്ള വലിയ രൂപത്തിലേക്കുള്ള സാമ്പത്തിക പരാധീനതകളും അഴിമതി ആരോപണങ്ങളും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ വരുന്ന ഒരു രൂപം നമുക്കറിയാം. അതിനപ്പുറം മൂല്യബോധമില്ലാത്ത ഒരുപാട് നേതാക്കന്മാരുടെ വലിയ രൂപത്തിലേക്കുള്ള ഒരാധിക്യം ഇന്ന് ആ പ്രസ്ഥാനത്തെ വലിയ രൂപത്തിലേക്ക് പിടികൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതൊരു സമുദായത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി ആയതുകൊണ്ട് ബാക്കിയുള്ള പാർട്ടികളെക്കാളും ഒന്നുകൂടി ഒരു മൂല്യബോധം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദേശീയ മാധ്യമങ്ങളും അതുപോലെ ദേശീയ നേതാക്കന്മാരുമൊക്കെ ചിലപ്പോൾ കൂട്ടി വായിക്കുന്നതെന്ന് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്കുണ്ടാകുന്ന അപജയം ഈ സമുദായത്തിന് വലിയ രൂപത്തിലേക്ക് ഡാമേജ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പഠനമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ മുസ്ലിം ലീഗും പുതിയ മുസ്ലിം ലീഗും രണ്ടാണ്. CHൻ്റെ മുസ്ലിം ലീഗ് വേറെയാണ്, ഇന്നലെ കുഞ്ഞാട്ട് സാഹിബിൻ്റെ മുസ്ലിം ലീഗ് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാണ് എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നൊരു കാര്യം. സ്വാഭാവികമായിട്ടും ഒരു പരപ്പനങ്ങാടിക്കാരൻ കുളിക്കലകത്ത് ഫാമിലിയിലുള്ള ആൾ എന്നീ നിലകളിലെല്ലാം സ്വാഭാവികമായിട്ടും താങ്കൾ ഒരു മുസ്ലിം ലീഗുകാരനായി മാറേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് മാറിയിട്ട് താങ്കൾ മറ്റൊരു രാഷ്ട്രീയ പാത സ്വീകരിക്കാൻ ഇടയായത്? സാഹിബുമായിട്ടും കുഞ്ഞാട്ട് സാഹിബുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള എന്നാൽ സജീവമായിട്ട് പഴയ ദേശീയ മുസ്ലിങ്ങളുടെ രൂപമായ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചൊരു കുടുംബത്തിൻ്റെ കണ്ണിയാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി അടക്കമുള്ള ആളുകളുടെ ആ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസുമായിട്ട് പാരമ്പര്യമുള്ളതാണ് എൻ്റെ ഉമ്മയുടെ കുടുംബവും വാപ്പയുടെ കുടുംബവും പിന്നെ കയറി വന്ന ഭാര്യയുടെ കുടുംബവും ഒക്കെ കോൺഗ്രസ് ഫാമിലിയാണ്. എൻ്റെ പരപ്പനങ്ങാടിയിൽ ഞങ്ങൾ പൂർവികരായ ആളുകൾക്ക് ബിസിനസ്സിൽ പോലും വലിയ രൂപത്തിലേക്കുള്ള ക്രൈസിസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് അല്ലാതെ ഈ കോൺഗ്രസ് എന്നുള്ള വിഭാഗമായതുകൊണ്ട് തന്നെ ബഹിഷ്കരണവും അതുപോലെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ എൻ്റെ മുൻകാല തലമുറക്ക് അതിനതിജീവിച്ച് വന്നതാണ് എൻ്റെ മുൻകാല തലമുറ. അതുപോലെ തന്നെ ഉമ്മയുടെ കുടുംബവും ഒരു പക്ഷേ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കല്യാണം തന്നെ കോൺഗ്രസ് എന്നുള്ള ബന്ധത്തിൻ്റെ പുറത്തുണ്ടായതാണെന്ന് പറയാം. ആ രൂപത്തിൽ കോൺഗ്രസുമായിട്ട് അടുത്തിടപഴകുകയും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു മതത്തിൻ്റെ രൂപത്തിൽ ഒരു രാഷ്ട്രീയം ഏകീകരിക്കേണ്ട അനിവാര്യതയില്ല എന്ന ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകളുടെ ദീർഘവീക്ഷണം ഉൾക്കൊണ്ട ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു വ്യക്തിയാണ്. മതേതരത്വം എന്നുള്ളത് ഇന്ത്യയിൽ അനിവാര്യമാണ് എന്നും അതൊരു മതത്തിൻ്റെ രൂപത്തിൽ സംഘടിക്കേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമായിട്ട് അന്നും ഇന്നും ബോധ്യമുള്ള ഒരു കുടുംബത്തിൻ്റെ ബാക്കിപത്രമാണ്. അതാണ് അതിൻ്റെ കാരണം. കോൺഗ്രസ് കുടുംബമാണല്ലോ, അപ്പോഴും താങ്കൾ ഒരു കോൺഗ്രസും തികച്ചും വിരുദ്ധമായൊരു രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വരാൻ കാരണം? വിഭിന്ന അഭിപ്രായങ്ങളുള്ള വിഭിന്ന ആശയങ്ങളുള്ള ആളുകളുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകാൻ പലപ്പോഴും പ്രാദേശികമായിട്ടെങ്കിലുമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും സാധിക്കാറില്ല. ഇവിടെ UDF എന്നുള്ളൊരു ബന്ധത്തിലാകുമ്പോൾ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ മണ്ഡലം കോൺഗ്രസിൻ്റെ ട്രഷററായിരുന്നു ഒരുപാട് കാലം പരപ്പനങ്ങാടിയിൽ. പഠിക്കുന്ന കാലത്ത് KSU എന്നുള്ള രൂപത്തിലേക്ക് വലിയ രൂപത്തിലേക്കുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടൊരു വ്യക്തിയും കൂടി. ആ അനുഭവങ്ങളൊക്കെ ലീഗിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് നമുക്കുണ്ടായതൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന UDFൻ്റെ ഏറ്റവും ഘടകകക്ഷിയായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകകക്ഷിയായിട്ടുള്ള ലീഗ് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്ക് നൽകുന്ന പ്രാധാന്യമില്ലായ്മയാണ് ഒരു പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകളെ ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം, ഒരു ഇടതുചേരിയിലേക്ക് മാറാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്, ഇടതുചേരി ചിലപ്പോൾ മാറുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ പല കാലഘട്ടത്തിലും അതാത് ദിവസത്തെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിലപാടുകളും അഭിപ്രായങ്ങളും മാറിയിട്ടുണ്ടല്ലോ ഈ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും ക്രെഡിബിളായിട്ട് ഒരു ഡെമോക്രാറ്റ്, ഒരു മതേതരവാദി എന്ന് പറയാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കല്ലാതെ ആർക്കാ കഴിയുക? ഇന്നുള്ള പല കോൺഗ്രസ്സുകാരും നാളെ BJP ആവുന്ന കാലഘട്ടത്തിൽ അത് അങ്ങനെയാകുമെന്ന് കുറച്ച് മുന്നേ തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. ഞാനും ബഹുമാനപ്പെട്ട V. അബ്ദുറഹ്മാൻ സാഹിബ്, പിന്നെ മന്ത്രിയും PV അൻവറൊക്കെ. അങ്ങനെയാകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് കുറച്ച് നേരത്തെ നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് അതിന് പറയാനുള്ള കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ മൂല്യച്യുതി രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്
എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം മൂല്യത്തിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെ ഇന്ന് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനം ഇന്ന് സാധ്യമാണോ? മൂല്യച്യുതികൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അവിടെ പുതിയൊരു സമൂഹത്തിന് ഇങ്ങനെയുള്ള ആളുകളും ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹം അറിയണ്ടേ? തീർച്ചയായിട്ടും. അവർക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷെ അവർ ന്യൂനപക്ഷങ്ങളാണ്. ഭൂരിപക്ഷത്തിൻ്റെ ചിത്രമാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കോടികളുടെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ അത് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലരും കാല് മാറുന്നത് കോടികൾ കൊടുത്തിട്ടാണെന്ന് പറയപ്പെടുന്നു. ഇതേക്കുറിച്ചൊക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയെ വിറ്റ പണം കോർപ്പറേറ്റുകളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുകയും അവരുടെ എല്ലാ അധികാര സ്ഥാനങ്ങളും അല്ലെങ്കിൽ അവരുടെ കച്ചവടം നടക്കുന്നതിന് വേണ്ടി ഇവരെ നിലനിർത്തുന്നതിന് വേണ്ടി ആ പണത്തിൽ നിന്നും പണം ചിലവഴിച്ച് MP-മാരെയും MLA-മാരെയും മുഖ്യമന്ത്രിമാരെയും PCC പ്രസിഡന്റുമാരെയും ഒക്കെ വാങ്ങുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയം പണം കൊടുത്ത് വാങ്ങുന്ന രൂപത്തിലേക്ക്, ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് രാഷ്ട്രീയത്തിൻ്റെ നെഗറ്റീവ് വശമാണെന്നും അതല്ല മൂല്യമുള്ള രാഷ്ട്രീയം, എല്ലാ കാലത്തും ജനങ്ങൾ ഓർക്കുന്ന രാഷ്ട്രീയമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ മൂല്യമുള്ള നേതാക്കന്മാരെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ മാധ്യമ പ്രവർത്തകരടക്കമുള്ള അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ള ആളുകൾ തയ്യാറാവണം. പക്ഷേ അതിലൊക്കെ അപജയം വന്നിട്ടുണ്ടല്ലോ. മൂല്യച്യുതികളെ പോലും എതിർക്കാൻ കഴിയാത്ത സാംസ്കാരിക നേതാക്കന്മാരുള്ള രാജ്യമാണ് നമ്മൾ. ഏറ്റവും പ്രബുദ്ധമായ കേരളത്തിൽ വലിയ രൂപത്തിലേക്കുള്ള മൂല്യച്യുതികൾ നടക്കുമ്പോൾ പ്രതികരിക്കുവാൻ അധികാര സ്ഥാനങ്ങൾക്ക് ഇളക്കം തട്ടുമോ എന്ന ആദിയിൽ പ്രതികരിക്കാൻ ഭയക്കുന്ന സാംസ്കാരിക നായകന്മാരുള്ള സ്ഥലത്ത് പിന്നെ രാഷ്ട്രീയക്കാർ ഈ രൂപത്തിലായില്ലെങ്കിലല്ലേ പിന്നെ അത്ഭുതമുള്ളൂ. തിരുത്തേണ്ടവർ അവർ തന്നെ മൗനമാണല്ലോ. പിന്നെ എങ്ങനെ പിന്നെ ഇതിനെ തിരുത്താൻ കഴിയുക? പലരും കൂറുമാറി BJP-യിലേക്ക് ചേക്കേറുന്നു. ഇപ്പോൾ പത്മജ പോയി, അങ്ങനെ ഒരുപാട് പേര് ഇനിയും പലരും വരാനിരിക്കുന്നു എന്ന് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ആ സാഹചര്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പത്മജ BJP-യോടുള്ള ആഭിമുഖ്യം കാരണവും അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടുള്ള വല്ലാത്ത പ്രേമം കൊണ്ടും പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്, അവർ നല്ല സമയത്ത് പത്മജ അടക്കമുള്ള അല്ലെങ്കിൽ ഇതിന് മുന്നേ പോയ ഒരുപാട് മുഖ്യമന്ത്രിമാരും PCC പ്രസിഡന്റുമാരൊക്കെ പോയിട്ടുണ്ടല്ലോ. അവരുടെ അധികാരവും പിന്നെ മറ്റുള്ള രൂപത്തിൽ അവരുടെ കൈവശമുള്ള സമയത്ത് അവർ ആർജിച്ചെടുത്ത അന്യായപരമായ സമ്പത്ത് ഇതിൻ്റെ ഒരു കാരണമാണ്. അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്തും ആ ഭീഷണിയോടുകൂടെ പുതിയ പിന്നെ അവർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും ബോധമാകുന്ന സമയത്ത് അവരങ്ങോട്ട് പലായനം ചെയ്യുന്നൊരവസ്ഥയുള്ളത്. രണ്ടാമത്, രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അധികാരമാർജിക്കുവാനും അത് മരണം വരെ നിലനിർത്തുവാനും ആവശ്യമാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒരു പ്രാവശ്യം ഒരു അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറം തേടി പോകും. രണ്ട് കാര്യമുള്ളൂ അതിൽ. ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ ആവാനുള്ളതാണ് എന്ന് കരുതുമ്പോൾ അത് കിട്ടാതെയാകുമ്പോൾ കിട്ടും എന്നുള്ള രൂപത്തിലേക്കുള്ള സാധ്യതകൾ തിരഞ്ഞു പോകും. രാഷ്ട്രീയ പ്രവർത്തനം അവനവൻ്റെ മനസ്സിനെ ശാക്തീകരിക്കുവാനുള്ള ഒരു മാർഗ്ഗമാണെന്നും നമ്മൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവികളായ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുമാണ് രാഷ്ട്രീയ പ്രവർത്തനമെങ്കിൽ നമ്മൾ എവിടെയും പോകണ്ടല്ലോ. ആ പാർട്ടിയിൽ അവസാനത്തെ ഒരാളാണെങ്കിൽ അവിടെ നിൽക്കാമല്ലോ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നും CPI-യിലേക്ക് പോയി എന്നാണ് ചോദിക്കുക. കോൺഗ്രസ്സിൽ ഇവിടെ മുസ്ലിം ലീഗിന് തിരിച്ചറിവ് നൽകാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളാണ് ഞാൻ 2 പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം യാദൃശ്ചികമാണ്, ഒന്നാമത്തെ പ്രാവശ്യം പർപ്പസ്ഫുള്ളിയാണ്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വലിയ രൂപത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോഴും ഒരു പ്രഷറിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പാർട്ടി പിന്നെ വലിയ രൂപത്തിലേക്കുള്ള നിർബന്ധം ഉണ്ടായ സമയത്ത് ആ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്.